ശ്രീകൃഷ്ണപുരത്ത് ജോലി വാഗ്ദാനം ചെയ്ത യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ നേതാവിനെ പുറത്താക്കി CPIM. ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റി അംഗം C. സുജിത്തിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ജോലി വാഗ്ദാനം ചെയ്ത് പലപ്പോഴായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് യുവതി പരാതിയിൽ ആരോപിക്കുന്നത്. ഇയാൾ നിലവിൽ ഒളിവിലാണ്. പ്രതിക്കായി ശ്രീകൃഷ്ണപുരം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വാർഡ് മെമ്പർക്കെതിരെയുള്ള പീഡന പരാതിയിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം ശക്തമാക്കി. പതിമൂന്നാം വാർഡ് മെമ്പർ DYFIന്റെ നേതാവും കൂടിയായ സുജിത്തിനെ എത്രയും പെട്ടെന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്തു തന്നെ പോലീസ് സ്റ്റേഷനിലേക്കാവും യൂത്ത് കോൺഗ്രസ് മാർച്ച്. അതിനുശേഷം ഗ്രാമപഞ്ചായത്തിലേക്ക്. ശ്രീകൃഷ്ണപുരത്ത് CPM വളർത്തുന്ന ഇതുപോലുള്ള പീഡന വീരന്മാരെയാണ് CPM വളർത്തുന്നത്. ആ പീഡന വീരന്മാരെ ഈ ശ്രീകൃഷ്ണപുരത്ത് നിന്നും പോലീസ് പിടിച്ചിട്ടില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സമരം ഇന്ന് ചെയ്ത പോലെ ആയിരിക്കില്ല. പോലീസിനോടൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 10 കൊല്ലം CPMന്റെ P. ശശിയുടെയും അതുപോലെ തന്നെ പിണറായി വിജയൻ്റെയും ചോറ് കടിച്ച് തടിച്ചു കൊഴുത്ത് വന്നിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷേ 2 ആഴ്ചയായിട്ടുള്ളൂ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. നിങ്ങളൊരു കാര്യം ഞാൻ പറയാം, ശ്രീകൃഷ്ണപുരത്തെ പോലീസുകാരോട് ഞാനൊരു കാര്യം പറയാം. ഈ പ്രതിയെ ഉടനടി അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ രൂപം മാറും, സമരവും മാറും എന്ന് മാത്രമാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇര ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തുകയും തനിക്കുണ്ടായ കാര്യങ്ങളെല്ലാം വിശദമായി ശ്രീകൃഷ്ണപുരം SHOയുടെ മുമ്പിൽ മൊഴിയായി രേഖപ്പെടുത്തുകയുമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ആ പ്രതിക്കെതിരെ FIR ഇടുകയും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശ്രീകൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ കേസിൽ പ്രതിയായ ഗ്രാമപഞ്ചായത്ത് മെമ്പറെ പേരിൽ ഉടനടി കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യുകയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയുമാണ്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് രാഗംകോണ പ്രദേശത്തെ CPM വാർഡ് മെമ്പർ സുജിത്തിനെതിരെ 23 വയസ്സുകാരിയായ ശ്രീകൃഷ്ണപുരം സ്വദേശിനിയാണ് പരാതി നൽകിയത്. തന്നെ ഭാര്യയെ പോലെ നോക്കാം, ജോലി ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. 2025 മാർച്ച് മുതൽ 2026 മെയ് മാസം 25 വരെയുള്ള കാലയളവിൽ ശ്രീകൃഷ്ണപുരം ചാത്തൻകുന്നിലെ പ്രതിയുടെ വീട്ടിലും മറ്റ് പല സ്ഥലങ്ങളിലും വെച്ചാണ് ലൈംഗികമായി പീഡിപ്പിച്ചത് എന്നാണ് പരാതി. ഇതേ തുടർന്ന് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലേക്ക് BJPയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗം സുജിത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തി. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിക്ക് കുറച്ചെങ്കിലും ആർജവമുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ മാറ്റി നിർത്തി രാജിവെപ്പിക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. അതിൻ്റെ സൂചകമായി കണ്ടാണ് ഇപ്പോൾ നടന്ന ഈ സമരങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സൂചന കണ്ട് ശ്രീകൃഷ്ണപുരം ഭരണസമിതിയും അതിന് നേതൃത്വം കൊടുക്കുന്ന അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനവും ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ആരോപണ വിധേയനായ ആളെ മാറ്റി നിർത്തണമെന്നാണ് നമുക്കെല്ലാവർക്കും ആവശ്യപ്പെടാനുള്ളത്. ഈ സൂചന സമരം കണ്ട് അവർ അതിന് തയ്യാറാവുന്നില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് പരിധിയിൽ ശക്തമായ സമരങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കും. രാജിവെക്കുന്നവരെയും ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. നമ്മളെല്ലാവരും കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഇത്ര ഒട്ടേറെ സംഭവങ്ങൾ ഈ നാട്ടിൽ കണ്ടപ്പോഴെല്ലാം
പീഡകരെ സംരക്ഷിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ച ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നതാണ് ഇവർക്ക് അതിനുള്ള ഊർജം നൽകിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ കാലം മാറി, അവസരം മാറി. ഇനി അതുകൊണ്ട് കേരളത്തിലെ അത്തരത്തിൽ കുട്ടി സഖാക്കൾ ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ പീഡിപ്പിക്കാമെന്ന് വ്യാമോഹിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറണം. കേരളത്തിലെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ എല്ലാവരും സഹകരിക്കണം എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. പ്രതിഷേധ പ്രകടനങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. സുജിത്തിനെതിരെയുള്ള പരാതിയിൽ പോലീസ് നടപടി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്നും പ്രതിഷേധ പ്രകടനം നടത്തിയവർ പറഞ്ഞു. പരാതിക്കാരി മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകിയതിനു ശേഷം മാത്രമേ പരാതിക്കാരനെതിരെ മറ്റു നടപടികൾ സ്വീകരിക്കുവാൻ കഴിയുള്ളൂ എന്ന് പോലീസ് അധികൃതർ അറിയിച്ചു.